മാണി സി കാപ്പന്റെ കരുതലിൽ പാലാ മുനിസിപ്പൽ സ്റ്റേഡിയത്തിന് മൊത്തം 13.75 കോടി രൂപ. തന്റെ നിർദ്ദേശമനുസരിച്ച് സിന്തറ്റിക് ട്രാക്ക് നവീകരണത്തിനായി ബജറ്റിൽ 7 കോടി രൂപ അനുവദിച്ച സർക്കാരിനോടും തുടർന്ന് നവകേരള സദസ്സിന്റെ ഭാഗമായി അനുവദിച്ച 7 കോടി രൂപ ചെലവഴിക്കാൻ എംഎൽഎയോട് നിർദ്ദേശം സ്വീകരിച്ച മുഖ്യമന്ത്രിയോടും നന്ദിയുണ്ട് എന്ന് എംഎൽഎ പറഞ്ഞു. പാലാ നഗരസഭ സിന്തറ്റിക് ട്രാക്ക് സ്റ്റേഡിയം പൊട്ടിപ്പൊളിഞ്ഞ് ഉപയോഗശൂന്യമാകുന്നുവെന്ന് മനസ്സിലാക്കിയ മാണി സി കാപ്പൻ തനിക്ക് സമർപ്പിക്കാവുന്ന 7 ബഡ്ജറ്റ് നിർദ്ദേശങ്ങളിൽ ഉൾപ്പെടുത്തി സ്റ്റേഡിയം നവീകരണത്തിന് പണം ആവശ്യപ്പെട്ടിരുന്നു. ഇതനുസരിച്ച് 2024-25 സംസ്ഥാന ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തി സിന്തറ്റിക് ട്രാക്ക് നവീകരണത്തിനായി 7 കോടി രൂപ അനുവദിക്കുകയും 20% ഫണ്ട് വകയിരുത്തുകയും കായിക യുവജന കാര്യവകുപ്പ് മുഖേന പദ്ധതി നടപ്പിലാക്കുന്നതിന് നടപടികൾ ആരംഭിക്കുകയും ചെയ്തു. മാണി സി കാപ്പന്റെ നിർദ്ദേശമനുസരിച്ച് ബഡ്ജറ്റിൽ പണം അനുവദിച്ചതറിഞ്ഞ് കായിക താരങ്ങളും സ്റ്റേഡിയം ഉപയോഗിക്കുന്ന കായിക പ്രേമികളും എംഎൽഎക്ക് സ്വീകരണവും നൽകിയിരുന്നു. ഒരു നിയോജക മണ്ഡലത്തിൽ 7 കോടി രൂപയിൽ അധികരിക്കാത്ത പദ്ധതി ഏറ്റെടുക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചതിന്റെ പ്രകാരം സിന്തറ്റിക് ട്രാക്ക് നവീകരണത്തിന് മുൻഗണന നൽകി. തുടർന്ന് നടന്ന പരിശോധനയിൽ കായികക്ഷേമ വകുപ്പ് സെക്രട്ടറി മാണി സി കാപ്പന്റെ ബഡ്ജറ്റ് നിർദ്ദേശമനുസരിച്ച് സിന്തറ്റിക് ട്രാക്ക് നവീകരണത്തിന് നേരത്തെ തന്നെ അനുമതി നൽകിയതായി അറിയിച്ചു. ബഡ്ജറ്റിൽ സിന്തറ്റിക് ട്രാക്കിനായി പണം അനുവദിച്ച ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചതിനാൽ പുതിയതായി അനുവദിച്ച 7 കോടി രൂപ 2 പദ്ധതി നിർദ്ദേശങ്ങൾക്കായി മുൻഗണന നൽകി നിശ്ചയിച്ച് നൽകണമെന്ന് സർക്കാർ രേഖാമൂലം ആവശ്യപ്പെട്ടു. 2020-21 സാമ്പത്തിക വർഷത്തിൽ ഗ്യാലറി നിർമ്മാണത്തിനായി ബഡ്ജറ്റ് നിർദ്ദേശം സമർപ്പിച്ചിരുന്നുവെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലം 100 രൂപ ടോക്കൺ തുക മാത്രമേ അനുവദിച്ചുള്ളൂ. അതുകൊണ്ട് 2.75 കോടി രൂപ സ്റ്റേഡിയത്തിൽ ഗ്യാലറി പണിയാനും ബാക്കി 25 ലക്ഷം രാമപുരം പഞ്ചായത്തിലെ മരങ്ങാട് മുട്ടത്തുകുന്നൽ ഭാഗം ഓന്തുകുന്ന് റോഡ് നിർമ്മാണത്തിനുമായി വിനിയോഗിക്കണമെന്ന് മാണി സി കാപ്പൻ ജില്ലാ കളക്ടർക്ക് കത്ത് നൽകി. ഇതോടെ ഇത് സംബന്ധിച്ചുള്ള വാദപ്രതിവാദങ്ങൾ അവസാനിക്കുമെന്നും ജനങ്ങൾ സത്യം മനസ്സിലാക്കുമെന്നും എംഎൽഎ പ്രത്യാശ പ്രകടിപ്പിച്ചു. പാലാ മുനിസിപ്പൽ സ്റ്റേഡിയത്തിന് കഴിഞ്ഞ ബഡ്ജറ്റിൽ 2026 ബഡ്ജറ്റിൽ 7 കോടി രൂപ വകയിരുത്തിയിരുന്നു. ഇതിനു മുമ്പും സ്റ്റേഡിയത്തിന് മുൻ മന്ത്രി മാണി സാർ ഉണ്ടായിരുന്ന കാലത്ത്, അത് എംഎൽഎ ആയിരുന്ന കാലത്ത് മരിക്കുന്നതിന് മുമ്പ് തുക വകയിരുന്നെങ്കിൽ 100 രൂപ ടോക്കൺ കമ്മീഷൻ മാത്രമേ ഉണ്ടായിരുന്നു. ഇത് 2025-26 7 കോടി രൂപ നമുക്ക് അനുവദിച്ചു, 20% അനുവദിക്കുകയും ചെയ്തു. അപ്പോൾ സ്വാഭാവികമായി ആ പണി ഇങ്ങനെ നടക്കേണ്ടതാണ്. ഇത് നമ്മൾ പേപ്പറിൽ കൊടുത്തിരുന്നതാണ്, ചാനലിൽ കൊടുത്തതാണ്. പക്ഷേ കഴിഞ്ഞ നവകേരള സദസ്സിൻ്റെ സമയത്ത് ബഹുമാനപ്പെട്ട 2 എംപിമാർ മുനിസിപ്പൽ ചെയർപേഴ്സണോട് കൂടി മുഖ്യമന്ത്രിക്ക് നിവേദനം കൊടുത്തു. സ്റ്റേഡിയത്തിൻ്റെ സിന്തറ്റിക് ട്രാക്ക് അവിടെ പൊളിഞ്ഞു കിടക്കുകയാണ്, പണം അനുവദിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ 7 കോടി രൂപ അനുവദിക്കാൻ തീരുമാനിച്ചു. ആ ഓർഡർ വന്നപ്പോൾ ഇത് ക്ലാഷായില്ലേ, ഓൾറെഡി ബഡ്ജറ്റ് വന്നതാണ്, എങ്ങനെ മാറ്റം പറ്റും? അപ്പോൾ ഇന്നലെ കളക്ടർ ഞാൻ എന്നെ വിളിച്ച് ചോദിച്ചു, ഈ 7 കോടി രൂപ എന്തിനു വേണ്ടി വിനിയോഗിക്കണം എന്ന് പറയണം. അത് 2 പ്രോജക്റ്റുകൾക്ക് അങ്ങനെ മുനിസിപ്പൽ സ്റ്റേഡിയത്തിന് ഗ്യാലറി ആവശ്യമാണെന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് പണ്ടൊരു 3 കോടി രൂപ ഒരു 100 ടോക്കൺ പ്രൊവിഷൻ വെച്ചുണ്ടായിരുന്നു. അതിന് ഞാൻ മാറ്റിക്കൊടുത്തു പറഞ്ഞ വലിയൊരു പരാതി ഉണ്ടായിരുന്നു. അത് 2019 മലയോര മേഖലകളിലെ കുടിവെള്ളമില്ലാതെ ആളുകൾ 10-25 വയസ്സായ സ്ത്രീകൾ കുടവും ചുവന്ന് വെള്ളവും കൊണ്ട് പോകുന്ന കണ്ടപ്പോൾ കുടിവെള്ള പദ്ധതികൾക്കായിട്ട് പണം കൊടുത്താണ്. അപ്പോൾ ഇപ്പോൾ ഒരു അവസരം കിട്ടിയപ്പോൾ ആ 6.25 കോടി രൂപ 7 കോടിയിൽ 6.25 കോടി രൂപ സ്റ്റേഡിയത്തിന് ഗ്യാലറി പണിയാൻ 25 ലക്ഷം രൂപ രാമപുരത്ത് ഒരു വഴി ധാരമാറായിട്ട് ഇതാണ് സത്യാവസ്ഥ. നാടിന്റെ വികസനത്തിനായി വിവാദമുണ്ടാകാതെ സഹകരിക്കാൻ എല്ലാവരും തയ്യാറാകണമെന്നും എംഎൽഎ അഭ്യർത്ഥിച്ചു. ഐഫോറിയ ന്യൂസ്, പാലാ.